സംസ്ഥാനത്തെ ഹൈസ്കൂൾ ഇംഗ്ലീഷ് അധ്യാപക നിയമനത്തിൽ സർക്കാർ അലംഭാവം അവസാനിപ്പിക്കണമെന്ന് PSC ഉദ്യോഗാർത്ഥികൾ. കോടതിയലക്ഷ്യം നേരിട്ടതിനെ തുടർന്ന് തസ്തികകൾ സൃഷ്ടിക്കുമെന്ന് സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. അക്കാദമിക് വർഷം അവസാനിക്കാറായിട്ടും സർക്കാർ തീരുമാനം വൈകിപ്പിക്കുന്നത് ഉദ്യോഗാർത്ഥികളോടുള്ള അവഗണനയാണെന്നുമാണ് ഉദ്യോഗാർത്ഥികളുടെ ആരോപണം. ഹൈസ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് അധ്യാപകർ തന്നെ വേണമെന്ന് 2021 ഹൈക്കോടതി ഉത്തരവിട്ടത്. എന്നാൽ 2022-23 തസ്തിക നിർണയത്തിൽ ഇംഗ്ലീഷ് തസ്തികകൾ സൃഷ്ടിക്കുമെന്ന് സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയെങ്കിലും പാലിക്കപ്പെട്ടില്ല. 2023 കോടതി അലക്ഷ്യം ഫയൽ ചെയ്യപ്പെട്ടതോടെ 2023-24 തസ്തിക നിർണയത്തിൽ ഇംഗ്ലീഷ് ഉൾപ്പെടുത്തുമെന്ന് വീണ്ടും സത്യവാങ്മൂലം നൽകി. എന്നാൽ 2023-24 അക്കാദമിക വർഷം അവസാനിക്കാറായിട്ടും സർക്കാർ വാക്കുപാലിച്ചില്ല. ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട മിക്കവരുടെയും അവസാനത്തെ ചാൻസാണിത്. മിക്കവരും ഏജ് ഓവറായി. അടുത്ത അക്കാഡമിക് വർഷത്തിലേക്ക് സ്റ്റാഫ് ഫിക്സേഷൻ നീട്ടിക്കൊണ്ട് പോകരുത് എന്നൊരു അപേക്ഷ മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലയനം നടന്നാൽ സർക്കാരിന് ഈ തസ്തികകൾ സൃഷ്ടിക്കേണ്ടി വരില്ല. അതിനായി ലയനം വരെ മനഃപൂർവ്വം നടപടികൾ നീട്ടിക്കൊണ്ടുപോകാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നു. ഹൈസ്കൂൾ ഇംഗ്ലീഷ് അധ്യാപക നിയമനത്തിൽ പലയാവർത്തി സർക്കാർ വാക്കുമാറ്റി. തസ്തികകൾ സൃഷ്ടിക്കാൻ അന്ത്യശാസനമെന്ന നിലയ്ക്ക് മാർച്ച് 14 മുതൽ 4 ആഴ്ച സമയം അനുവദിച്ചിരിക്കുകയാണ് ജസ്റ്റിസ് AJ ദേശായി. ഉദ്യോഗാർത്ഥികൾ അവസാന പ്രതീക്ഷയിലാണ്. വീഡിയോ ജേർണലിസ്റ്റ് രജീഷിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.